അപ്പോൾ വ്യാസൻ മനുഷ്യൻ്റെ ജീവിതത്തെ കാണുന്ന, ഒരു വ്യക്തിയുടെ ജീവിതത്തെ കാണുന്നത് അപ്പോൾ കാണുന്ന, നമ്മുടെ വർത്തമാനകാലത്തിൽ കാണുന്ന, നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്ന ജീവിതം എന്ന നിലയിലില്ല. ഒരു ജീവിതം എന്ന് പറയുന്നത് അനേകം ജന്മ പരമ്പരകളിലെ ഒരു കണ്ണി മാത്രമാണ് തൽക്കാലത്തിൽ നാം നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം എന്ന് വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, അത് വലിയ യുക്തിഭദ്രമായ വിധത്തിൽ തെളിയിക്കാൻ സാധിക്കത്തക്ക തത്വങ്ങൾ കൂടി ആവിഷ്കരിച്ചിട്ടുള്ള ആളാണ് വ്യാസൻ. ഇപ്പോൾ ഒരു ഉദാഹരണം ചോദിച്ചാൽ, ഇപ്പോൾ ഇതേ ദിവസം നമ്മുടെ 3-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 2-ാമത്തെ വയസ്സിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നതെന്ന് നാം ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്നത്തെ തീയതിയിൽ ഇപ്പോൾ നാം ഇവിടെ ഈ മഹാഭാരത പ്രവചനത്തിൻ്റെ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസം, ഇതേ മാസത്തിൽ നമുക്ക് 3 വയസ്സുണ്ടായിരുന്നപ്പോഴോ 2 വയസ്സുണ്ടായിരുന്നപ്പോഴോ അല്ലെങ്കിൽ 6 വയസ്സുണ്ടായിരുന്നപ്പോഴോ 10 വയസ്സുണ്ടായിരുന്നപ്പോഴോ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത് നാം ഓർക്കുന്നില്ല. അപ്പോൾ സ്വന്തം ജീവിതത്തിലെ തന്നെ പല പ്രധാനപ്പെട്ടതോ അപ്രധാനപ്പെട്ടതോ ആയ കാര്യങ്ങൾ മറന്നുപോകത്തക്ക വിധത്തിൽ ബുദ്ധി പരിമിതമായ ഒരു ഓർമ്മയാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചാരംഭകാലം മുതലുള്ള മനുഷ്യജീവിതത്തിൻ്റെ പര്യടനത്തിലെ സംഭവങ്ങളെല്ലാം നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ സാധ്യമല്ല. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വർത്തമാനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതല്ല. ജീവിതം എന്ന് പറയുന്നത് കാലത്തിൻ്റെ പ്രവാഹത്തിലുണ്ടാകുന്ന സംഭവങ്ങളുടെ പരമ്പരയുടെ വർത്തമാനകാലത്തിലെ ഒരു തുള്ളി മാത്രമാണ് നമ്മുടെ ഈ ജന്മം.